ഹായ് ഗായ്സ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? വേറെ എവിടേക്കുമല്ല, എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനാ. രാവിലെ അവരെ സ്കൂളിലാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും എല്ലാം ഞാനൊരു ഹൗസ് വൈഫാണേ. അതേപോലെ 7:30 മണിക്കാണ് രാവിലെ ഞങ്ങൾ വീട്ടിലെ ബസ് വരുന്നത്. അപ്പോൾ ആ സ്കൂൾ ബസ്സിൽ കയറി ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ വൊമിറ്റ് ചെയ്ത് അവശരാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൊണ്ടാക്കുന്നത്. ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് സ്കൂളിലെ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറ്. സ്കൂളിലെ തമാശകളെല്ലാം മോൻ പറയാറുണ്ട്. മോൻ നല്ല ടോക്കറ്റീവാണ്, പക്ഷെ മോളത്ര അല്ല, എന്നാലും പറഞ്ഞൊപ്പിക്കാറുണ്ട്. വീട്ടിൽ ചെന്നാൽ മോൻ ഗേറ്റ് തുറന്ന് കയറുന്ന സമയത്ത് മോളിങ്ങനെ ഗേറ്റ് തൂങ്ങിക്കിടക്കും കേട്ടോ. എന്നുള്ള പതിവാണ്. ഞാൻ ഈ വണ്ടി കൊണ്ട് വയ്ക്കുമ്പോഴേ അവളവിടെ കിടക്കും. അതിനുശേഷമാണ് വരുന്നത്. അതിനുശേഷം മേല് കഴുകി വന്നപ്പോഴത്തേക്കും ഞാൻ അവിച്ച ഏത്തപ്പഴവും ചായയുമാണ് ഇന്ന് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മോളുടെ തലമുടിയിലെ ചെടക്കൊക്കെ മാറ്റി കോമ്പിട്ട് ചീകി പിന്നി കെട്ടിക്കൊടുത്തു കേട്ടോ. നല്ല ചെടയുണ്ടായിരുന്നു, എന്നാലും കോതാനൊന്നും സമ്മതിക്കത്തില്ല. ഞങ്ങൾ എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും മുടി ഒന്ന് മുകളിലോട്ട് ഉച്ചി കെട്ടി അങ്ങ് വയ്ക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ചെടക്കൊന്നും എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഈ കരിയിലെല്ലാം കൂടെ വാരി കൂട്ടിയപ്പോഴത്തേക്ക് അവൻ ഓടി വന്നു. അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തോ ബാസ്ക്കറ്റിൽ എന്തൊക്കെ സെറ്റപ്പ് ചെയ്ത് ആ കരിയിലേക്ക് വാരി അവൻ കൊണ്ട് തന്നെ അങ്ങ് താഴെ കൊണ്ടിട്ടായിരുന്നു. മോള് വന്ന് നോക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കിട്ടിയത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട അമ്മേ, നാളെ ഇങ്ങനെ മതി. ടീച്ചറിനൊക്കെ വളരെ ഇഷ്ടപ്പെടും, എന്ന് പറയും. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കും ആരാ കെട്ടിത്തന്നതെന്നൊക്കെ അവൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ജാമ്പയ്ക്ക് പിടിച്ചതിൻ്റെ ബാക്കി കുറച്ച് നിന്ന് നന്നായിട്ട് പഴുത്തായിരുന്നു. അപ്പോൾ അത് അവൾ എടുത്തിട്ട് അതിന് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉറുമ്പ് കയറുന്നുണ്ട് കേട്ടോ. അതെല്ലാം തട്ടി കിടന്നിട്ട് അത് കഴിച്ചുകൊണ്ട് പോയി TV കാണാൻ തുടങ്ങിയ ആൾ. ഇത് നമ്മുടെ എന്തോ പറയുന്നത്, ടബിൽ കുറച്ച് ഒരു താമര ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അതിലൊരു 5 ഗോൾഡ് ഫിഷിനെ ഇട്ടിട്ടുണ്ട്. അതേപോലെ 2 ചട്ടിയിലായിട്ട് കുറച്ച് ഗപ്പിക്കുട്ടന്മാർ, ഒന്നിൽ ആമ്പലും കുറച്ച് ഗപ്പികൾ. അതിൽ കുറച്ച് വെറൈറ്റികളൊക്കെ കിടപ്പുണ്ട്, പക്ഷേ ഏതൊക്കെയാണോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒന്നിൽ വെറുതെ പായലും ഇതുമാത്രം. പായൽ കൂടുമ്പോൾ ഞാൻ വാരി കളയാറാണ് പതിവ്. പിന്നെ ഇതിൽ ഗോൾഡ് ഫിഷ് ഒരു 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. പിന്നെ അതുപോലെ പായൽ ഇട്ടിട്ടില്ല കേട്ടോ. പായലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പെരുകി നാശമാവുകയാണ്. പിന്നെ ഈ കൂത്താടിയൊക്കെ കയറാതിരിക്കാൻ ഗോൾഡ് ഫിഷ് ആയാലും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ താമരയുടെ കൂടെ ഈ ഗോൾഡ് ഫിഷ് ഇട്ടേക്കുന്നത്. അതുപോലെ കാണാനും നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എന്നും ഇങ്ങനെ ഈ ചട്ടിയുടെ ഇടയിൽ വന്നിങ്ങനെ നിൽക്കും, ഇലയുടെ അടിയിലായിട്ടേ. പിന്നെ ഈ ഫുഡ് കൊടുക്കുമ്പോൾ വന്ന് ഓടി ഇങ്ങനെ വന്ന് കഴിച്ചിട്ട് അങ്ങ് പോവും. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഈ മീനൊക്കെ വളർത്തുന്നത്. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വളർത്തുന്നതാണ് ഞങ്ങൾ. പിന്നെ അവൻ തന്നെ വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അതിനുശേഷം വിളക്ക് കത്തിക്കാനായിട്ട് കുറച്ച് പൂ പറിക്കാനായിട്ട് പോയിട്ടുണ്ട്. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ കുറച്ച് പൂവൊക്കെ പറിച്ച് നന്നായിട്ട് അലങ്കരിച്ച് തന്നെയാണ് അവൻ വിളക്ക് കത്തിക്കാറ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ വെളിയിൽ കുറച്ച് പൂച്ചെടികൾ നട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പറിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ഞാനൊരു വയലറ്റ് കനകാമ്പരം നട്ടിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ചോദിച്ച് വാങ്ങിച്ച് നട്ടതാട്ടോ. ഇപ്പോൾ ഒത്തിരി പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ. അതിനുശേഷം അവർ പോയി ഹോംവർക്കൊക്കെ ചെയ്തു. മോൾ ബെഞ്ചിലും മോൻ തറയിലുമായിട്ടൊക്കെ കിടന്നതൊക്കെ എഴുതി എല്ലാം അടച്ചു വെച്ചിട്ട് പോയി വിളക്കൊക്കെ കത്തിച്ച് നാമം തൊഴുതു. ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. താങ്ക് യു.